വെൽക്കം ടു എക്സിലിയൻ. നമ്മൾ ഐ പി മാറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മൾ ഐ പി മാറ്റ് ഇൻഡോർ എന്താണെന്നും ഐ പി മാറ്റ് റോക്ടെക് എന്താണെന്നും അതിന്റെ എക്സാം പാറ്റേണുകളും സിലബസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായി, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഐ പി മാറ്റിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതൊക്കെ മറികടന്ന് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ പി മാറ്റ് പോലെ തന്നെ ഐ പി എം പ്രോഗ്രാമിലോട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഐ എംസിലോട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ജിപ് മാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജിപ് മാറ്റ് എന്താണ്, എങ്ങനെയാണ് അതിന്റെ എക്സാം പാറ്റേണുകൾ, സിലബസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ജിപ് മാറ്റ് എന്താന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ജിപ് മാറ്റിൽ വരുന്നത്, ജിപ് മാറ്റിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുന്നത്, എന്താണ് ആ ഒരു പോയിന്റ് എന്നുള്ളത് അല്ലെ. ജിപ് മാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ജിപ് മാറ്റ് എന്ന് പറയുന്നത് ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ജിപ് മാറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ജിപ് മാറ്റിന്റെ സ്കോർ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ IIM ജമ്മു, IIM ബോധ്ഗയ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സാം പാറ്റേണിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ പി മാറ്റും റോക്ടെക്കും അതുപോലെ തന്നെ ഇൻഡോർ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് 3 സെക്ഷൻസ് നമുക്ക് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് സെക്ഷൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി അല്ലെ. എല്ലാ എൻട്രൻസ് എക്സാമിലും ഐ എമ്മിലോട്ടുള്ള എല്ലാ എൻട്രൻസ് എക്സാമിലെയും മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോമ്പ്രഹെൻഷനും അതുപോലെ തന്നെ DILR. ഇവിടെ നമുക്ക് എന്താണ് IIM ഇൻഡോറിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ എന്താണ്, ജിപ് മാറ്റിൽ എന്താണ് DILR എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ എക്സാം പറഞ്ഞു, ഏതൊക്കെ സെക്ഷനുകളാണെന്ന് പറഞ്ഞു. ഇനി എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ നിന്നും വരുന്നുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര ആയിരിക്കും, ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എത്ര ആയിരിക്കും, അതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ 33 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വെർബൽ എബിലിറ്റിയിൽ നിന്ന് 34 ക്വസ്റ്റ്യൻസും DILRൽ നിന്ന് 33 ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. അതായത് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തുള്ളത്, എക്സാമിനുള്ളത്. ഇനി ഐ പി മാറ്റ് ഇൻഡോർ റോക്ടെക് പോലുള്ള എക്സാമിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജിപ് മാറ്റ് കുറച്ചും കൂടി ഈസിയാണ്, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഏതൊരു സ്റ്റുഡന്റിനും നിങ്ങളിപ്പോ ബാക്ക്ഗ്രൗണ്ട് ഏതായിക്കോട്ടെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് IIMൽ ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് ജിപ് മാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം അല്ലെ. കാരണം നമ്മളൊരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 150 മിനിറ്റ് ആണുള്ളത് അല്ലെ. 150 മിനിറ്റ് അഥവാ 2.5 hours നമുക്ക് എന്തുണ്ട്, നമുക്ക് ഇവിടെ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്താ, ആകെ 100 ക്വസ്റ്റ്യനേ ഉള്ളൂ. അവിടെ നമുക്ക് 150 എന്തുണ്ട്, 150 മിനിറ്റ് ഉണ്ട്. അതായത് 1.5 മിനിറ്റ് വെച്ച് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പം ബാക്കിയുള്ള എക്സാമിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, നമുക്ക് കുറച്ചും കൂടി ടൈം ഫ്രീ ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ജിപ് മാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് മാർക്കിംഗ് സ്കീമോ നമ്മൾ ഐ പി മാറ്റ് ഇൻഡോറിലെയും ഐ പി മാറ്റ് റോക്ടെക്കിന്റെയും കാര്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ +4 ആണ് എന്തിനുള്ളത്, നമ്മുടെ റൈറ്റ് ആൻസറിനുള്ളത്. ഇനി നിങ്ങൾ ഓരോ ഇൻകറക്റ്റ് ആൻസറിനും അല്ലെങ്കിൽ റോങ് ആൻസറിനും എന്താണ് -1 വീതം എന്ത് ചെയ്തിട്ടിരിക്കും, മൈനസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ജിപ് മാറ്റ് എക്സാമിന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം പാറ്റേണിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എത്ര മിനിറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അതിന്റെ മാർക്കിംഗ് സ്കീം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇത് മാത്രം അറിഞ്ഞാൽ മതിയോ? അല്ലല്ലേ, നമുക്ക് എന്തൊക്കെ അറിയണം, ഇനി ഞാൻ എന്തൊക്കെ പഠിച്ചിരിക്കണം. ഒരു എക്സാമിന് നമ്മൾ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയണം അല്ലെ, ഈ എക്സാമിൽ വരാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, എങ്ങനെ ആയിരിക്കണം ആ ടോപ്പിക്സ് വരുന്നത്, അതിനെ ബേസ് ചെയ്ത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ള ജിപ് മാറ്റിൽ വരുന്ന സിലബസ് അല്ലെങ്കിൽ അതിന്റെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജിപ് മാറ്റിന് 3 സെക്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് നമ്മുടെ QA അഥവാ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത്.
ഇനി ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ വരുന്ന സബ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ജിയോമെട്രിയാണ് അല്ലെ. നമുക്ക് അറിയാം സർക്കിൾ, ട്രയാങ്കിൾ എല്ലാ എക്സാമിനും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്നതാണ് ട്രയാങ്കിള്, സർക്കിൾസ്, പോളിഗൺസ് പോലുള്ള ജിയോമെട്രി ഫിഗറുകൾ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ സെറ്റ് തിയറിയും അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ്. സെറ്റ് തിയറി നമ്മുടെ മോഡേൺ മാത്സിലെ പ്രോബബിലിറ്റി, സെറ്റ് തിയറി ഇതൊക്കെ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടും എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എന്താണ് കുറച്ച് റാൻഡം ആയിട്ട് നമ്മൾ കുറച്ച് ബോൾസുകൾ സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രോബബിലിറ്റിയും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മോഡേൺ മാത്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻസ്. ഏതൊക്കെ ഇക്വേഷൻസ്? നമ്മളെ ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പോലെയുള്ള ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ ആൾജിബ്രയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ പെർസെന്റേജസ് അല്ലെ. പെർസെന്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്റ്റുഡന്റിനും ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ പെർസെന്റേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്വാണ്ടിൽ പെർസെന്റേജ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിന്റെ ഒരു ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. DIയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പെർസെന്റേജ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ, അഥവാ SI ആൻഡ് CI. ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അരിത്തമെറ്റിക്കിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്നത് അല്ലെ. പലരും നമ്മളിപ്പോൾ 10th ലെവലിലൊക്കെ നമ്മൾ ഓൾറെഡി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാം എന്നുള്ളതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന്റെ ബേസിക് കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ ഒക്കെ എന്താണ് നമ്മൾ എഡക്സി ലേണിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നതാണ് TSD അഥവാ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് അല്ലെ. നമ്മളൊരു വണ്ടി ഇത്ര സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ അതെടുക്കുന്ന ടൈം എത്ര ആയിരിക്കും, എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ഇനി റിലേറ്റീവ് സ്പീഡ്, ബോട്ടിന്റെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം സ്പീഡുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറയുന്നത് നമ്മൾ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കും നമ്പർ സിസ്റ്റം. ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. ഞാനും നിങ്ങളും ചേർന്നിട്ട് കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നു എങ്കിൽ ഒരു 10 പേഴ്സൺ കൂടി നമ്മുടെ കൂടെ വരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ എത്ര ദിവസം കൊണ്ട് ഈ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എത്രയാണ് നെജീബ് എന്ന് പറയുന്ന എന്റെ എഫിഷ്യൻസി വരുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് നമുക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്പർ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലോ, നമ്പർ സിസ്റ്റത്തിൽ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങൾ. പ്രൈം നമ്പർ എന്താണ്, ഡിവിസിബിലിറ്റി റൂൾസ് എന്തൊക്കെയാണ്, നമ്മളുടെ റിമൈൻഡർ തിയറം എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് HCF അല്ലെ, LCM, HCF പോലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ആണ് VARC അഥവാ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലെ. ഇവിടെ 2 പാർട്ടായിട്ട് നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നത് വെർബൽ എബിലിറ്റിയും അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷനും. ഇനി ഇവിടെ വരുന്ന സബ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് RC അഥവാ റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലെ. നമുക്കൊരു പാസേജ് തന്നിട്ട് ആ പാസേജിനെ ഫോളോ ചെയ്ത് 4 or 5 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ RC അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷനിൽ വരുന്നത്. അതായത് ചിലപ്പോൾ പാസേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടോ സൈക്കോളജി ബേസ് ചെയ്തിട്ടോ ചിലപ്പോൾ സയൻസ്, ആർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാസേജുകൾ തന്നിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന പാറ്റേൺ അല്ലെ. പണ്ട് നമ്മൾ എന്താണ് എക്സാമിനൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ മോഡൽ ഇംഗ്ലീഷ് എക്സാമുകളൊക്കെ ചെയ്തു പോന്നിട്ടുള്ള സെയിം ഒരു പാറ്റേൺ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. നമുക്കറിയാലേ എങ്ങനെയാണ് സെയിം മീനിങ് വരുന്ന വേർഡ്സ് അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വേർഡ്സ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് വരുന്നതാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെ പഠിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. ഇതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെക്കാബുലറി നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിന് ബേസിലുള്ള ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഓർ കറക്ഷൻ അല്ലെ. അതായത് റോങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ചിലപ്പോൾ ഗ്രാമർ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റേതിന്റെ രീതിയിൽ ഒരു റോങ് സെന്റൻസ് തന്നിട്ട് അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് നമുക്കറിയാം അല്ലെ, ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അവിടെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുന്നതാണ് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തത് പാരാജമ്പിൾ. അതായത് നമുക്കൊരു 5 or 6 എന്താണ് പോയിന്റ്സ് സെന്റൻസ് തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യണം,
പാരഗ്രാഫ് ആക്കി മാറ്റണം. അതായത് ഫസ്റ്റ് സെന്റൻസ് എങ്ങനെയായിരിക്കും, അതിന് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സെക്കൻഡ് എങ്ങനെയായിരിക്കും, തേർഡ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാകും. ഓക്കെ, അടുത്ത സ്പെല്ലിംഗ് എറേഴ്സ്. ഇത് നമ്മൾ എന്താണ് വൊക്കാബുലറി ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഒരു വേർഡിൽ സ്പെല്ലിംഗ് എറർ തന്നിട്ടുണ്ടാവും, അതിന്റെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തതാണ് DILR എന്ന് പറയുന്നത് അല്ലെ, ലാസ്റ്റ് ആൻഡ് തേർഡ് സെഷൻ ആണ് DILR. ഇത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് DILR എന്ന് പറയുന്നത്. കാരണം പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ എന്താണ് നമുക്ക് കുറഞ്ഞ ടൈമിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് DILR എന്ന് പറയുന്നത്. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. ഇപ്പോൾ ഞാൻ എന്റെ കൂടെ എന്താണ് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും കുറച്ച് പേര് ഇരിക്കുന്നു. അപ്പൊ ആ ഒരു ബേസ് ചെയ്ത് വരുന്ന ആ ഒരു ലോജിക്ക് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അല്ലെങ്കിൽ ഒരു ടേബിൾ തന്നിട്ട് ABCD എന്ന് പറയുന്ന 5 or 6 മെമ്പേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന രീതികൾ. ഇതാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അടുത്തത് നമ്മളുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ഉടനെ പറഞ്ഞു, ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പെർസെന്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആവറേജിനെ ബേസ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡാറ്റകൾ തന്നിട്ടുണ്ടാവുക ടേബിള്, ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്, പൈ ചാർട്ട്, ഇങ്ങനെയുള്ള ഗ്രാഫിക്കൽ പ്രസന്റേഷനിലും കൂടെ ആയിരിക്കും നമുക്ക് ഡാറ്റകൾ തന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്കൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഡാറ്റനെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അല്ലെ, എല്ലാവരും പറയാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ ഡാറ്റകളെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മളിവിടെ എഡിക്സ് ലേണിംഗിൽ നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് ഡിജിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളാണ്. എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലാപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണോ റിയൽ എക്സാം നിങ്ങൾ പഠിക്കുന്നത് അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലാസ്സുകളും എക്സാമുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മുടെ അനലോഗി, ഓഡ് വൺ ഔട്ട്, ക്ലോക്ക് ആൻഡ് കലണ്ടേഴ്സ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ലോജിക്കൽ റീസണിങ് ഭാഗത്താണ്. അതായത് ഓഡ് വൺ ഔട്ട് അല്ലെ, നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോയിന്റ്സ് തന്നിട്ട് അതിൽ ആരാണ് ഓഡ് വൺ ആയിട്ടുള്ളത്, എന്തുകൊണ്ട് അയാൾ ഓഡ് വൺ ആയി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ക്ലോക്സ് ആൻഡ് കലണ്ടർ, ഒരു മിറർ ബേസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ടൈം വരിക, അല്ലെങ്കിൽ എത്രയാണ് ഒരു രണ്ട് ഹാൻഡുകൾ തമ്മിലുള്ള ആംഗിള്. അതുപോലെ തന്നെ കലണ്ടറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൺഡേ ആണെന്നുണ്ടെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് ഡേ ആയിരിക്കും. ഇതൊരു ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ലീപ്പ് ഇയർ അങ്ങനെ ആയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കലണ്ടർ ആൻഡ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കോഡിങ് ആൻഡ് ഡീകോഡിങ് അല്ലെ. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ എവിടെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പോയിന്റ് ആണ് കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറയുന്നത്. നമ്മളുടെ 1 2 3 എന്ന് പറഞ്ഞു പോകുന്ന റിയൽ നമ്പേഴ്സും അതുപോലെ തന്നെ ABCD എന്ന് പറയുന്ന ആൽഫബറ്റും ചേർന്നിട്ട് എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനെ ഡീകോഡ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പൊ എനിക്ക് ABCD എന്ന് തന്നിട്ട് ABCD എന്ന് തന്ന് 1 2 3 4 ആണെങ്കിൽ EFGH എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഇത് സിമ്പിൾ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, പക്ഷേ ഇതേ സെയിം കാര്യങ്ങൾ നമ്മൾ വേറെ രീതിയിലൊക്കെ ചെയ്യുന്നു. ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്ത് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആർഗ്യുമെന്റ്സ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കുറച്ച് കൺക്ലൂഷൻസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ബേസ് ചെയ്ത് ഏതാണ് പെർഫെക്റ്റ് കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റ് വീക്ക് ആർഗ്യുമെന്റ് ആണോ സ്ട്രോങ് ആർഗ്യുമെന്റ് ആണോ എന്ന് ബേസ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ജിപ്മാറ്റിന്റെ മെയിൻ ആയി വരുന്ന സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇത്രയും കേട്ടു, ഇതൊക്കെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു അല്ലെ, ഇതൊക്കെ സിമ്പിൾ ആണ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. എങ്ങനെ പഠിക്കാം അല്ലെ, എവിടെ പഠിക്കാം? നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് വെറുതെ ചുമ്മാ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയി കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയി പഠിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലെയുള്ള എൻട്രൻസ് എക്സാമ്പിൾ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എന്താണ് നമ്മുടെ എഡെക്സ് ലേണിംഗിലുണ്ട്. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, നമ്മൾ ഡെയിലി ലൈവ് സെഷൻസ് കൊടുക്കുന്നുണ്ട്, കൂടെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്നാൽ ഡെയിലി ക്ലാസ്സിന്റെ കൂടെ തന്നെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകൾ തരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും എന്ത് ചെയ്യാം, ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ.